Malabar Gold and Diamonds presents Nuva, nature's finest creations. 42 വർഷത്തെ മതേതര ജീവിതം ആത്മകഥയാക്കി മാറ്റിയിരിക്കുകയാണ് ചേലാട് സ്വദേശിയായ ശിവനും ശാന്തിയും. 42 വർഷങ്ങൾക്ക് മുമ്പ് സ്നേഹത്തോടെയും സംതൃപ്തിയോടെയും ആരംഭിച്ച ജീവിതം ഇപ്പോഴും യാതൊരു അല്ലലുമില്ലാതെ മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് വിവാഹ വാർഷികം വേറിട്ട ഒരു ഓർമ്മയാക്കി മാറ്റിയിരിക്കുന്നത്. ജാതിയുടെയും മതത്തിന്റെയും അതിരുകൾ മറികടന്ന് ജീവിത പങ്കാളികളായവരാണ് ചേലാട് തുമ്പ്രത്തുകുടി ശിവനും ശാന്തിയും. 42 വർഷങ്ങൾക്ക് മുൻപെടുത്ത ആ തീരുമാനം ഇന്നും അഭിമാനത്തോടെയാണ് ഇവർ ഓർത്തെടുക്കുന്നത്. മതേതര ജീവിതം നൽകിയ സംതൃപ്തിയും സ്നേഹവും പങ്കുവച്ച് ഇവർ മുന്നോട്ടു പോകുമ്പോൾ ഇത്തവണത്തെ വിവാഹ വാർഷികം വേറിട്ടൊരു ഓർമ്മയായി മാറുകയാണ്. ശിവൻ എഴുതിയ ആത്മകഥയായ ഞാൻ നടന്ന പാതകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഇതോടൊപ്പം നടക്കുന്നുവെന്നതാണ് ഈ ദിവസത്തെ വേറിട്ടതാക്കുന്നത്. ഈ ദമ്പതികൾക്ക് ജീവിതം പഠിപ്പിച്ചത് ഒന്നാണ്: മനുഷ്യബന്ധങ്ങൾക്ക് മുകളിലായി മറ്റൊന്നുമില്ലെന്ന്. ഷാനിയാണ് മകൾ, ഷിജു ഭർത്താവും, നേഹ, നിഹാര എന്നിവർ മക്കളുമാണ്. കുടുംബജീവിതത്തിൽ സ്നേഹവും പരസ്പര ബഹുമാനവും കാത്തുസൂക്ഷിച്ചാണ് ഇവർ മുന്നോട്ടു പോയത്. മതേതരമായി ജീവിക്കാനുള്ള തീരുമാനം ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകിയെന്ന് ഇവർ പറയുന്നു. ജാതിക്കും മതത്തിനും വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും കക്ഷിരാഷ്ട്രീയത്തിനും അടിമപ്പെടാതെ ഏതൊരു വ്യക്തിക്കും ഈ സമൂഹത്തിൽ സമചിത്തതയോടെ സഹവർത്തിത്തോടെ ജീവിക്കാൻ എന്നാണ് എൻ്റെ ആത്മകഥയുടെ പ്രധാനപ്പെട്ട രചനയോടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. 42 വർഷത്തെ ഞങ്ങളുടെ ജീവിതം എന്തുകൊണ്ടും സാർത്ഥകമാണ്. പ്രണയത്തിന് ജാതിയും മതവും ഇല്ലെന്നും ജീവിതം തന്നെ പ്രണയമാണെന്ന് തെളിയിക്കപ്പെട്ടതാണ് ഞങ്ങളുടെ ജീവിതം. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള പ്രവർത്തനവും ജീവിതവും സമൂഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ജീവിതം സാർത്ഥകമാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് സാധ്യമായതിനുള്ള സംതൃപ്തി ഞങ്ങൾ ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വിവാഹബന്ധത്തിൻ്റെ 42 വർഷം പൂർത്തിയാകുമ്പോൾ ഏറെ അഭിമാനവും സന്തോഷവും തോന്നുന്ന നിമിഷമാണിത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ജാതിയുടെയോ മതത്തിൻ്റെയോ യാതൊരു പിൻബലങ്ങളില്ലാതെ ഇത്രയും നാളും വലിയൊരു സന്തോഷത്തിൻ്റെയും ആത്മസംതൃപ്തിയുടെയും ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. എല്ലാവരും ഒരു ഊന്നുവടിയായി ദൈവത്തെ കാണുമ്പോഴും ഞങ്ങൾ സ്വയം ഞങ്ങളെ തന്നെ ഊന്നുവടിയാക്കിക്കൊണ്ടാണ് ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. തികച്ചും ഒരു മത അന്തരീക്ഷത്തിൽ വളർന്ന ശിവൻ കുട്ടിക്കാലം മുതൽ ഗാന്ധിജിയുടെയും സഹോദരൻ അയ്യപ്പന്റെയും നാരായണ ഗുരുവിന്റെയും വയലാറിന്റെയും ഇടമറുകിന്റെയും കോവൂരിന്റെയും ആശയങ്ങൾ സ്വായത്തമാക്കിയ കരുത്തിൽ നിന്നും സാമൂഹിക മുന്നേറ്റം ലക്ഷ്യമാക്കി 1986 കോതമംഗലത്ത് യുക്തിവാദി സംഘത്തിന്റെ ഒരു യൂണിറ്റ് രൂപീകരിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം തുടങ്ങി. ഉപജീവനത്തിനായി വിവിധ തൊഴിലുകൾ ചെയ്ത ശിവൻ തൊഴിലിനോടൊപ്പം സാമൂഹിക പ്രവർത്തനത്തിനും സമയം കണ്ടെത്തി. ചിന്താവിപ്ലവം ലക്ഷ്യമാക്കി യുക്തിവാദ ലൈബ്രറി, മരണാനന്തര അവയവദാനത്തിനും മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠന ആവശ്യത്തിനുമായി മൃതദേഹദാനത്തിനും സ്വയം സന്നദ്ധമാകുന്നവരെ സഹായിക്കുന്നതിനായി AT കോവൂർ ചാരിറ്റബിൾ സൊസൈറ്റിയും അയൽബന്ധങ്ങളുടെ കൂട്ടായ്മ ഊട്ടിയുറപ്പിക്കുന്നതിനായി റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചും യുക്തിചിന്തയും ശാസ്ത്രബോധവും സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി യുക്തിവാദ പഠന കേന്ദ്രം തുടങ്ങിയ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കാൻ നേതൃത്വം നൽകുകയും അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിവരികയും ചെയ്യുന്ന ശിവൻ തന്റെ ജീവിതം തന്നെ സന്ദേശമാക്കി മാറ്റിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. സ്നേഹത്തിന് ജാതിയും മതവുമില്ലെന്ന് തെളിയിക്കുകയാണ് ഇവരുടെ 42 വർഷത്തെ ജീവിത വിജയകഥ.